ഞാൻ കഴിഞ്ഞ SSLC പരീക്ഷ എഴുതിയിരുന്നു. ജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു 2ാം ശനിയാഴ്ച ഞാൻ ഇവിടെ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ആൻറ്റി വിളിച്ചു പറഞ്ഞു, തോക്കുമെന്ന ഭയമായി വന്നിരിക്കുന്നവർ കരമുയർത്താൻ. അപ്പോൾ ഞാനും കരമുയർത്തി. ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ ഉന്നത മാർക്കോടെ എന്നെ വിജയിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് സാക്ഷ്യത്തിന് വരുന്നു. ഞാൻ ഹൈന്ദവ കുടുംബത്തിലുള്ളതാണ്. ഞാൻ 2005 അവസാനം ദൈവസന്നിധിയിൽ വന്നു ചേരുകയും എനിക്ക് അതിന് മുമ്പ് എന്നും എനിക്ക് വീഴ്ചയായിരുന്നു. വീണ് എനിക്ക് അസുഖം പിടിച്ച് ഞാൻ ചൂടുവെള്ളം 10-17 വർഷം വരെ ഞാൻ ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ദൈവസന്നിധിയിൽ വന്നതിന് ശേഷം എൻ്റെ വലിയനായ ദൈവം എനിക്ക് പച്ചവെള്ളം കുളിക്കാനുള്ള കൃപ തന്നു. ഞാൻ അസുഖം പിടിച്ച് എന്നും അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിക്കിവിടെ വന്ന് യേശു കർത്താവിനെ കണ്ടെത്തിയതിന് ശേഷം എനിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു ദിവസം ചൂടുവെള്ളം കുളിച്ചതിൻ്റെ പേരിൽ എനിക്ക് വാതോരാത്ത ചുമ പിടിച്ച് ഞാൻ അതിനുശേഷം ഒരു ദിവസം ഇവിടെ വന്ന് ദൈവസന്നിധി വളരെ ഭാരത്തോടെ ഇരുന്ന സമയത്ത് കർത്താവിൻ്റെ ദൈവദാസി ഇപ്രകാരം വിളിച്ചു പറയുണ്ടായി, ചുമ പിടിച്ച് 2 ഡോക്ടറെ കണ്ടിട്ട് സുഖമാവാത്ത ഒരു സഹോദരി യേശു കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. ആ നിമിഷം തന്നെ എൻ്റെ ചുമ മാറി. ഞാൻ വാങ്ങിച്ചു വെച്ച ഒരു ഗുളിക എനിക്ക് അതിനുശേഷം കഴിക്കേണ്ടി വന്നില്ല. രണ്ടാമതായിട്ട് സാക്ഷി പറഞ്ഞ എനിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ കൈ മൊത്തം വെടിച്ച് രക്തം പൊടിഞ്ഞുകൊണ്ടിരുന്ന് ഞാൻ വളരെ ഭാരത്തോടെ പുത്തരിക്കണ്ട മൈതാനത്ത് 3 ദിവസത്തെ കൺമിഷൻ ഉണ്ടായിരുന്നു. 2 ദിവസം ഞാൻ പങ്കെടുക്കുകയും 2ാമത്തെ ദിവസം ആരാധന മധ്യേ കർത്താവിൻ്റെ ദൈവദാസി ഇപ്രകാരം വിളിച്ച് പറയുണ്ടായി, ഒരു സഹോദരിയെ കൈ വെടിച്ച് രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി അതാ തൊട്ട് സുഖപ്പെടുത്തുന്നു. ആ നിമിഷം തന്നെ എൻ്റെ അസുഖം മാറി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ യേശു കർത്താവിന് കോടി നന്ദി സ്തുതി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിമയായ സാക്ഷിയിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ കൈകൾ 2 നീര് വരുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2-3 ഡോക്ടറെ കാണിച്ചിട്ട് ഒരു കുറവുമില്ല. ഞങ്ങൾ സിസ്റ്ററിനോട് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നെന്ന്. അപ്രകാരം പരിപൂർണ സൗഖ്യം കിട്ടി. 2ാമതായി സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. 2008 ഡിസംബർ മാസം 23-ാം തീയതി രാത്രി പെട്ടെന്നൊരു നെഞ്ചുവേദന വരികയും 2 ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് എടുത്തില്ല. ഹാർട്ടിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് അവർ തിരികെ വിട്ടു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഞാൻ മരണാവസ്ഥയിലായിരുന്നു. അപ്പോൾ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ, ഇല്ലെങ്കിൽ ബന്ധുക്കളെ അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് കണ്ണുനീരോടുകൂടെ സിസ്റ്ററിന് ഫോൺ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ധൈര്യപ്പെടുക, ദൈവ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അപ്രകാരം എനിക്ക് പരിപൂർണ സൗഖ്യം കിട്ടി. ഇത്രയും വലിയ പുതിയ കൃപ കിട്ടി. ഇത്രയും ഈ അത്ഭുതം പ്രവർത്തിച്ചിട്ട് ദൈവം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി വിരമിക്കുന്നു. ഞാൻ സാക്ഷി പറയാൻ പോകുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഒരു തുള്ളി മൂത്രം പോയാൽ 9 പ്രാവശ്യം അങ്ങേര് വിളിക്കും വേദന കൊണ്ട്. അവിടെ ആശുപത്രിയിൽ 3 ആശുപത്രി കൊണ്ടുപോയിട്ട് ഒരു കുറവുമില്ല. 4ാമത്തെ ആശുപത്രി കൊണ്ടുപോയപ്പം രക്തവും പരിശോധിച്ച് മൂത്രവും പരിശോധിച്ചപ്പം ഇത് പഴുപ്പാണ് എന്നുള്ളത് പറഞ്ഞു. ഉടൻ തന്നെ വൈദ്യനും ജ്യോത്സ്യനും മാന്ത്രികനും എൻ്റെ യേശുവൊപ്പം തന്നെ എന്ന് ഞങ്ങൾ വിചാരിച്ച് സിസ്റ്റർക്ക് സിസ്റ്റർ ഫോൺ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ്, ഈ സൗഖ്യത്തിനെ എടുത്തു മാറ്റിയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഉടൻ തന്നെ ഈ മൂത്രവും ഈ വേദനയില്ല, പഴുപ്പുമില്ല, അതെല്ലാം പറന്നുപോയി. യേശു സൗഖ്യമാക്കി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ്. എൻ്റെ മകൾ പനി പിടിച്ച് മുഖത്തെല്ലാം നീര് വന്ന് വയറെല്ലാം വീർത്ത് കെട്ടി ഇവിടെ 4 ആശുപത്രി ചികിത്സിച്ചിട്ട് യാതൊരു കുറവുമില്ലാതെ ഏറ്റവും അവസാനം അവരെല്ലാം കൈമലർത്തി മെഡിക്കൽ കോളേജിലോട്ട് പറഞ്ഞയച്ചു. അവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർജറി വാർഡിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അവിടെ ഇട്ടിരുന്നു. അവർ നോക്കിയിട്ട് പറഞ്ഞു, ഇവരുടെ ഒരു കിഡ്നി വലുതാണ്, ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ആ ദിവസം തിരുവനന്തപുരം LMS കോമ്പൗണ്ടിൽ ആരാധന ഉണ്ടായിരുന്നു. ആരാധനയിൽ ഞാനും പങ്കെടുത്തു. അന്ന് കർത്താവിൻ്റെ ദാസിയാണ് ആരാധന നയിച്ചിരുന്നത്. ആരാധന മധ്യേ ദൈവാത്മാവിനെ നിറയപ്പെട്ട് കർത്താവിൻ്റെ ദാസി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഒരു കിഡ്നി രോഗമുള്ള ഒരു പൈതലിൻ്റെ അസുഖം മാറാൻ വേണ്ടി ഒരു പിതാവ് ഇതാ നിലവിളിക്കുന്നു, കിഡ്നി രോഗം യേശു എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം
സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ദൈവം ആ വീർത്തിരുന്ന സ്ഥാനത്ത് പുതു കിഡ്നിസ് തന്ന് എൻ്റെ മകളുടെ ജീവൻ തിരിച്ചു തന്ന എൻ്റെ യേശുവപ്പന് കോടാനുകോടി നന്ദി സ്തുതി അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. മെയ് മാസം 7-ാം തീയതി എനിക്കൊരു നെഞ്ചുവേദന വന്നു. ഉടൻ തന്നെ പിള്ളേർ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് മരിച്ചു പോകുമായിരുന്നു. അതിനുശേഷം എൻ്റെ മരുമകൻ സിസ്റ്ററിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സിസ്റ്റർ പ്രാർത്ഥിച്ചു, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. ദൈവനാമത്തിൽ എനിക്ക് സൗഖ്യം കിട്ടി. പുതിയ ഹൃദയം യേശുവപ്പൻ തന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തുമാറാകട്ടെ. ഞാൻ എനിക്ക് വേണ്ടിയാണ് ഒരു സാക്ഷി പറയണത്. എനിക്ക് 1 വർഷമായി എൻ്റെ തൊണ്ടയ്ക്കകത്ത് എന്തോ വേദനയായിട്ട് എൻ്റെ തൊണ്ടയ്ക്കകത്ത് മുള്ളിരുന്നുറുത്തും പോലെ ഉറുത്തി. എനിക്ക് വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല. എൻ്റെ തൊണ്ടയ്ക്കകത്ത് മുള്ളിരുന്നുറുത്തും പോലെ ഉറുത്തണത്. അങ്ങനെ ഞാൻ പാരപ്പെട്ട് എനിക്ക് വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല. എൻ്റെ തൊണ്ടവേദനയും കഴുത്തിനൊരു വെള്ളം നീരുമായിട്ട് ഞാൻ പാരപ്പെട്ട് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞ് എനിക്ക് ക്യാൻസറിൻ്റെ രോഗം എനിക്ക് മനസ്സിലായി. ഞാൻ ആശുപത്രിയിൽ പോവാൻ ഭയന്ന് ഞാൻ സിസ്റ്ററിന് ഫോൺ വിളിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞ് യേശു വിടുവിച്ചിരിക്കണം എന്ന് പറഞ്ഞ് ആ സമയം എൻ്റെ രോഗത്തിനെ യേശു എടുത്ത് മാറ്റി. യേശുവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ എൻ്റെ കർത്താവ് ജീവിക്കുന്ന ദൈവമെന്ന് നിങ്ങളോട് സാക്ഷീകരിപ്പാൻ എൻ്റെ കർത്താവ് തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി സാക്ഷി പറയുന്നത് ഒരു കുഞ്ഞിനു വേണ്ടിയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവന് മൂത്രതടസ്സം നേരിട്ടു. ഞങ്ങൾ അവനെ ഒരു ഡോക്ടറെ കാണിച്ചു. അദ്ദേഹം പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇവനൊരു ഓപ്പറേഷന് വേണ്ടി വരും, അല്ലാതെ സൗഖ്യമാകുകയില്ല, അത് എത്രയും വേഗം ചെയ്യണം, അല്ലെങ്കിൽ അവന് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും കൂടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ മറ്റൊരു ഡോക്ടറെ കാണിച്ചു. അദ്ദേഹം ഇത് തന്നെ ആവർത്തിച്ചു പറഞ്ഞു. ഞങ്ങൾ 2 ഡോക്ടർമാർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ അവസ്ഥയിൽ ഞങ്ങൾ വേദനയോടെ ഒരു സിസ്റ്റർ ആരാധന ഞങ്ങളിവിടെ കടന്നു വന്നു. ഞങ്ങൾ സിസ്റ്റർ ആരാധനയുടെ മധ്യേ ഇങ്ങനെ പറഞ്ഞു, രോഗികളായി കടന്നു വരുന്നവരും രോഗത്താൽ ആശുപത്രികളെ അയക്കുകയും ഭവനത്തിലുമാക്കിയിട്ട് ഇവിടെ കടന്നു വന്നവരുമായ മക്കൾ കൈയുയർത്തി പ്രാർത്ഥിക്കാൻ. ഞാനും എൻ്റെ കുഞ്ഞിനു വേണ്ടി കൈയുയർത്തി. സിസ്റ്റർ പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ എൻ്റെ കർത്താവ് വിടുതൽ അയച്ചു. ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഓപ്പറേഷൻ്റെ ഡേറ്റ് തീരുമാനിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് കടന്നുപോയി. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, അവന് യാതൊരു കുഴപ്പവുമില്ല, അവന് ഓപ്പറേഷൻ്റെ ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ കർത്താവിന് 1000 നന്ദി അർപ്പിക്കുന്നു. രണ്ടാമതായി സാക്ഷി പറയുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. എൻ്റെ ഭർത്താവ് KSRTCയിൽ കണ്ടക്ടറായി വർക്ക് ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി 9:30 മണിയായപ്പോൾ എൻ്റെ ഭവനത്തിലേക്ക് ഫോൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എനിക്കിന്ന് വരാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ടിക്കറ്റ് റാക്കിൽ നിന്നും 100-ലധികം ടിക്കറ്റുകൾ നഷ്ടമായി. അതെങ്ങനെ നഷ്ടമായെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഡിപ്പോയിൽ ചോദിച്ചപ്പോൾ അതിവിടെ ഇല്ല, അത് നിങ്ങളുടെ കൈവശം തന്നെയാണ് എന്ന് പറഞ്ഞു. വളരെ വേദനയോടെയാണ് ഭവനത്തിൽ വിളിച്ചത്. എന്നിട്ട് അതിൻ്റെ വില അടയ്ക്കാനില്ലാത്തതിനാൽ ഞാനൊരു അപേക്ഷ എഴുതി കൊടുത്തു. അപേക്ഷ ഇപ്രകാരമാണ്: ആ ടിക്കറ്റുകൾ തിരികെ ലഭിക്കുകയാണെങ്കിൽ അത് ഡിപ്പോയിൽ തിരിച്ചേൽപ്പിക്കാമെന്നും ഇല്ലാത്ത പക്ഷം അതിൻ്റെ 4 ഇരട്ടി വില കൊടുത്തുകൊള്ളാമെന്നുമാണ് എഴുതി കൊടുത്തത്. എന്നിട്ടാണ് ഈ ഭവനത്തിലേക്ക് വിളിച്ചത്. ഞാൻ വളരെ വേദനയോടെ സിസ്റ്റർക്ക് ഫോൺ ചെയ്തു. സിസ്റ്റർ ഫോൺ ചെയ്തെടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, ധൈര്യമായിരിക്കുക, ദൈവം ഇതാ അവിടെ പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് അവിടുത്തെ ഓഫീസർ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേരിലുള്ള ടിക്കറ്റുകൾ ഞങ്ങൾ മറ്റൊരാളുടെ പേരിലാണെന്ന് കണ്ടുപിടിച്ചു, അതിനാൽ നിങ്ങൾ പൈസ അടയ്ക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അപേക്ഷ മടക്കി കൊടുത്തു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ കർത്താവിന് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിന്നും വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ കയ്യിൽ ഒരു ചിരട്ടയുടെ ശീല കൊണ്ട് കൈ പഴുക്കുകയുണ്ടായി. ഞാൻ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പോയപ്പോൾ അവരവിടെ മരുന്നൊക്കെ വെച്ച് കെട്ടി വിട്ടു. അവരെന്നിട്ട് പറഞ്ഞത്, കൈ കുറച്ചുകൂടെ വലുതാക്കണം, അപ്പോൾ കൈ ഇത്തി കൂടെ പഴുക്കും, അപ്പോൾ കൈ മുറിക്കേണ്ടി വരുമെന്ന്. ഞാൻ ഇവിടെ ആരാധനയ്ക്ക് വന്നപ്പോൾ ഇവിടെ ബോക്സിൽ ഒരു ലെറ്റർ എഴുതിയിട്ടിട്ട് പോവുകയുണ്ടായി. അങ്ങനെ പോയതിൻ്റെ ഫലമായി, ഇവിടുത്തെ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ കൈ മുറിക്കണമെന്ന് പറഞ്ഞ കൈക്ക് ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ ഇത്രയും വലിയ അത്ഭുതം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി വിരമിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത്, ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം പ്രവർത്തിച്ച സാക്ഷിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാൻ അരങ്കമുകളിൽ അവിടെയാണ് എൻ്റെ വീട്.
അരങ്കമോളിൽ വെച്ച് ഒരു ആൾ ഒരു തയ്യൽ കടയാണ് അവിടെ ആദ്യം അവൻ ഉണ്ടാക്കിയത്. അതിൽ ഉണ്ടാക്കി ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ അവൻ ഏകദേശം ഒരു 10 ലക്ഷം രൂപ വരെ അവൻ്റെ കൈവശം ആകുകയും ചെയ്തു. ഈ വിവരം നമുക്കറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ എല്ലാവരോടും 50, 60, 25 ചുരുക്കം 5000 രൂപ വരെ അവൻ സ്വരൂപിച്ചു. 10 ലക്ഷം രൂപയുമായി. ലാസ്റ്റിൽ ഞങ്ങളുടെ ഭവനത്തിൽ അവൻ വരികയും ഞങ്ങളോട് ഒരു കല്യാണ ആവശ്യത്തിനൊന്ന് പറഞ്ഞാണ് എൻ്റെ കയ്യിലുള്ള ഒരു ചിട്ടി കെട്ടിയ പൈസ അവൻ 50,000 രൂപ ഞങ്ങളോട് ചോദിച്ചത്. എൻ്റെ മകളുടെ ആവശ്യത്തിലേക്ക് ഞങ്ങൾ സ്വരൂപിച്ച പൈസയാണ്. ഇതും കൊണ്ട് എല്ലാം ആയപ്പോൾ അവൻ ആ തയ്യക്കടയും വിട്ട് മുങ്ങി. അവൻ വിവാഹം കഴിഞ്ഞ് 2 മക്കളും ഉള്ളവനാണ്. ഞങ്ങൾ അവൻ്റെ ബന്ധുക്കളോട് അപേക്ഷിച്ച് കേട്ടപ്പോൾ പറഞ്ഞത് അവൻ ദുബായിലാണ്. എവിടെയൊക്കെ വലിയ ഒരു ലോകം അവർ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി വിട്ടയക്കും. ഇത് ഞാൻ കണ്ണീരോടെ എൻ്റെ ഭവനത്തിൽ വന്ന് എല്ലാവരും പറഞ്ഞ് കേസ് കൊടുക്കാൻ. ഞാൻ പറഞ്ഞു ഞാൻ ഒരു കേസിനും വഴക്കിനും ഞാൻ പോകുന്നില്ല. എൻ്റെ വലിയവനായ ദൈവത്തിൽ അർപ്പിച്ചിട്ടുണ്ട് എൻ്റെ കേസ്. അവിടെ നിന്ന് വിധി പ്രഖ്യാപിക്കുമെന്ന് ഉറച്ച വിശ്വാസത്താൽ ഞാൻ ഒരു കേസിനും പോയില്ല. മാർച്ച് മാസത്തിൽ സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ ബ്രദർ യോബിൻ്റെ വചനം പ്രസംഗിക്കുകയായിരുന്നു. യോബിനെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ആ യോബ് ദൈവത്തിൽ വിശ്വസിച്ച് അവൻ ആത്മാർത്ഥമായിരുന്നു. നഷ്ടപ്പെട്ടാൽ അതിമടങ്ങായി തിരികെ നൽകിയ ദൈവം നിങ്ങളെ നഷ്ടപ്പെട്ട എന്താവശ്യമായാലും നിങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലവിളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ കർത്താവേ എൻ്റെ വീട്ടിൽ വന്ന് വാങ്ങിക്കൊണ്ടുപോയ പൈസയാണല്ലോ, എനിക്കത് തിരികെ കിട്ടാൻ ഒരു നിവൃത്തിയില്ല. ഞാൻ അപ്രകാരം ഞാൻ മാർച്ച്, ഏപ്രിൽ, മെയ് മാസം തന്നെ ആരായാലും അവൻ നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. അവൻ്റെ ബന്ധുക്കളായി നിങ്ങളെ പൈസ ഉടനെ നിങ്ങളെ കയ്യിൽ തരാം എന്ന് പറഞ്ഞ് എനിക്ക് ആ പൈസ തിരികെ കിട്ടുകയും ചെയ്തു. ഈ 10 ലക്ഷം രൂപ വാങ്ങിച്ചവരിൽ 10 പൈസ പോലും അവൻ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. ആ അവസ്ഥയിൽ എൻ്റെ ദൈവം എന്നിൽ കൂടെ പ്രവർത്തിച്ച ഇത്രയും വലിയ അത്ഭുതം, സഹോദരങ്ങളെ, നിങ്ങൾ ഈ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 7 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ബ്ലീഡിങ്ങിനാൽ അമിതമായി ഭാരപ്പെടുകയും ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ യൂട്രസിനകത്ത് 7 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ മുഴ വളർന്നു. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ആവശ്യമാണെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു. എന്നാൽ ഞാൻ പോളിയോ ഹോമിൽ നടന്ന ആരാധനയിൽ പങ്കെടുക്കുകയും ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ദൈവം എന്നെ തൊടുകയും എനിക്ക് അത്ഭുത സൗഖ്യം തരികയും ചെയ്തു. പിന്നീട് ആശുപത്രിയിൽ പോയി പരിശോധിച്ചപ്പോൾ യാതൊരുവിധമായ മുഴകളോ ബ്ലീഡിങ്ങിൻ്റെ അസുഖമോ ഇല്ല എന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാകോടി സ്തോത്രം പറഞ്ഞുകൊണ്ട് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ മൂക്കിൻ്റെ അകത്ത് ഒരു ചത വളരുന്നത്, അതനുസരിച്ച് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയുകയുണ്ടായിരുന്നു. അത് ഒത്തിരി മരുന്ന് കഴിക്കുകയും എന്നിട്ട് ഒരു കുറവുമില്ലായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ശനിയാഴ്ച ഇവിടെ ആരാധന മധ്യേ സിസ്റ്റർ വിളിച്ച് പറഞ്ഞു, ഇതാ ഒരു മകനെ മൂക്കിൻ്റെ അകത്തിരിക്കുന്ന ചത പൂർണ്ണമായി ദൈവം എടുത്തു മാറ്റുന്നു. അതുപോലെ അപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ നിന്നും ആ അവസ്ഥ വിട്ടുമാറിപ്പോയി. അങ്ങനെ ഇത്രയും അത്ഭുതം ചെയ്ത യേശുവിന് കോടി കോടി സ്തുതിയും അർപ്പണയും ചെയ്തുകൊണ്ട് ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ആരാധനയ്ക്ക് വന്നിരുന്നപ്പോൾ കൊച്ചങ്ങേരെ വലിപ്പമുള്ള ഒരു മുഴ എൻ്റെ ഭാര്യയുടെ കഴുത്തിലുണ്ടായിരുന്നു. ബ്രദർ പ്രാർത്ഥന മധ്യേ ഇപ്രകാരം പറയായിരുന്നു, അസുഖം കട്ടികളും മുഴകളും ഉള്ള എടുത്ത് യേശുവപ്പ എടുത്ത് മാറ്റുന്നു. ഉടൻ തന്നെ എൻ്റെ ഭാര്യ കഴുത്തിലുണ്ടാകുന്ന വേദന ഉടൻ തന്നെ മാറുകയായിരുന്നു. ഇത്രയും പറഞ്ഞ് സാക്ഷി